ഹായ്, നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫ്രീ ലിവിങ് ഫംഗസ് യൂസ്ഡ് ആസ് എൻ ഇഫക്റ്റീവ് ബയോകൺട്രോൾ ഏജൻറ്റ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തജൻസ്. പ്ലാന്റ് പാത്തജൻസിനെ എതിരുപയോഗിക്കാവുന്ന ഒരു ഫ്രീ ലിവിങ് ഫംഗസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ട്രൈക്കോഡേർമയാണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, biogas is a mixture of gases produced by the microbial activity and used as a fuel. Mention the name of bacteria used for the production of biogas. Biogas production ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മെഥനോജൻസ്, മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. ബയോഗ്യാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേഷ്യസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് മീഥെയിനാണ്. ദെൻ മാച്ച് ദ ഫോളോയിങ്. തേർഡ് ക്വസ്റ്റ്യൻ, ആൻസേഴ്സ് ആണ് പറയുന്നത്. ട്രൈക്കോഡെർമ പോളിസ്പോറം അതുണ്ടാക്കുന്ന പ്രോഡക്റ്റ് സൈക്ലോസ്പോറിൻ എ. ഇറ്റ് ഇസ് എൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൊണാസ്കസ് പെർപ്യൂരിയസ്. ഇറ്റ് പ്രൊഡ്യൂസ് സ്റ്റാറ്റിൻ. ഇറ്റ് ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻറ്റ്. ദെൻ സ്ട്രെപ്റ്റോകോക്കസ്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്ട്രെപ്റ്റോകൈനേസ്. ഇറ്റ് ആക്ട്സ് as clot buster. Then Saccharomyces cerevisiae, that is yeast, it produces ethanol. Then fourth question, organic pollutants in sewage water is measured as BOD, biological oxygen demand. ഓർഗാനിക് പൊല്യൂട്ടൻസിനെ എങ്ങനെയാണ് അളക്കുന്നത്? പൊല്യൂട്ടൻസിനെ സീവേജ് വാട്ടറിലെ പൊല്യൂട്ടൻസിൻ്റെ തോത് അളക്കുന്നത് BOD വെച്ചിട്ടാണ്. Enzymes used in detergents for removing oily stain from the laundry. വസ്ത്രങ്ങളിൽ നിന്ന് എണ്ണമെഴുക്ക് കളയാൻ വേണ്ടി ഡിറ്റർജൻസിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ലിപ്പേസ്. ദെൻ സിക്സ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഡാഷ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. അപ്പോൾ മൈക്രോബ്സും യൂസസും ആണ് ചോദിച്ചിരിക്കുന്നത്. കേർഡ്ലിംഗ് ഓഫ് മിൽക്കിന് സഹായിക്കുന്ന മൈക്രോബ് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. സയൻറ്റിഫിക് നെയിം എഴുതുന്നതാണ് നല്ലത്. ദെൻ ബാസിലസ് തുറിഞ്ചിയൻസിസ്, അതായത് BT കോട്ടൺ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫൈറ്റ് എഗെയിൻസ്റ്റ് ഡിസീസ്. ദെൻ ആസ്പെർജില്ലസ് നിച്ചർ. അപ്പോൾ BT കോട്ടൺ എന്ന് പറയുമ്പോൾ ഇറ്റ് സെക്രീറ്റ്സ് BT ടോക്സിൻ. ഇറ്റ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇൻസെക്ട് പെസ്റ്റ്. Then Aspergillus niger, citric acid. Production of butyric acid, അതിനെ സഹായിക്കുന്ന മൈക്രോബ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. അപ്പോൾ A എന്ന് പറയുന്നത് ലാക്ടോബാസിലസ്, B എന്ന് പറയുന്നത് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് BT ടോക്സിൻ വിച്ച് ആക്ട്സ് അഗെയിൻസ്റ്റ് ഇൻസെക്ട് പെസ്റ്റ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് അത് ചെയ്യുന്നത്. ആസ്പെർജില്ലസ് നിജർ എന്ന് പറയുമ്പോഴത്തേക്കും സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന്. ദെൻ ബ്യൂട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, എ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇൻ ദ സോയിൽ. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ സോയിലിൽ കാണുന്നത് റൈസോബിയം എ. ദെൻ മാച്ച് ദ ഫോളോയിങ്. അസറ്റിക് ആസിഡ്, അതിൻ്റെ കറക്റ്റ് അത് അസറ്റോബാക്ടർ അസറ്റി. അതായത് പ്രോഡക്ട്സും മൈക്രോബ്സുമാണ് തന്നിരിക്കുന്നത്. അസറ്റിക് ആസിഡ് അത് അസിറ്റോബാക്ടർ അസറ്റി. സിട്രിക് ആസിഡ് ആസ്പെർജില്ലസ് നിജർ. സൈക്ലോസ്പോറിൻ എ ട്രൈക്കോഡെർമ പോളിസ്പോറം. ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസിലസ്. ദെൻ മൈക്രോബ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്, അത് മെഥനോബാക്ടീരിയമാണ്. മെഥനോജൻസ് നമ്മൾ ഫസ്റ്റ് ആൻസർ പറഞ്ഞത് മെഥനോജൻ അല്ലെങ്കിൽ മെഥനോബാക്ടീരിയം എന്ന് പറയുന്നത് മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയം. Then 10th question, some examples of microbes in human welfare are given below. Classify them under headings given below. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കുക. എങ്ങനെ തരംതിരിക്കേണ്ടത്? മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആൻഡ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നവരും. റൈസോബിയം അത് ബയോ ഫെർട്ടിലൈസറാണ്, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി അത് ചീസ് ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. സോ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ആസോസ്പൈറലം ആണ് കേട്ടോ. ആസോസ്പൈറലം ബയോ ഫെർട്ടിലൈസർ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കേർഡാണ്, അപ്പോൾ കേർഡിൽ കാണുന്നതാണ് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിൽ. അനബീന അസറ്റോബാക്ടർ, അത് രണ്ടും അനബീനയും അസറ്റോബാക്ടറും അത് രണ്ടും ബയോ ഫെർട്ടിലൈസർ. ദെൻ സക്കാരോമൈസസ് സെർവീസിയെ ഈസ്റ്റ് ആണ്, അപ്പോൾ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്.
ദെൻ ആസ്പെർജില്ലസ് നിജർ സിട്രിക് ആസിഡ് പ്രൊഡക്ഷനാണ് സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടിലും പെടുന്നതല്ല. അതായത് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ നമ്മൾ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ജാമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ പെടുത്താം. പക്ഷേ ബയോ ഫെർട്ടിലൈസറായിട്ട് പെടുത്താൻ പറ്റില്ല. അപ്പോൾ ആസ്പെർജില്ലസ് നിജർ ഇവിടെ തന്നിരിക്കുന്നത് വെച്ച് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിൽ പെടുത്താം. ദെൻ 11th ക്വസ്റ്റ്യൻ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡൊക്കെ. സിട്രിക് ആസിഡ് ആസ്പെർജില്ലസ് നിജർ, അസറ്റിക് ആസിഡ് അസറ്റോബാക്ടർ അസറ്റി, ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസില്ലസ്, ബ്യൂട്രിക് ആസിഡ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. Then biofertilizers are organisms that enrich the nutrient quality of the soil. 12th question. How do these biofertilizers enrich the soil nutrients? Give 2 examples. അതായത് ചില ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അനബീന, അതൊക്കെ ബയോഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റൈസോബിയത്തിൻ്റെ പ്രത്യേകത എന്താ? റൈസോബിയം ഇൻക്രീസസ് ദ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ദ സോയിൽ. അപ്പോൾ സോയിലിൻ്റെ ക്വാളിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ആൾക്കാരാണ് ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൈസോബിയം, അനബീന, അസിറ്റോബാക്ടറൊക്കെ ഉപയോഗിക്കാം. ദെൻ microbes are useful to human beings in diverse ways. If so, name the following. ബേക്കേഴ്സ് ഈസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബ് ഏത്? 13th ക്വസ്റ്റ്യൻ എ ആണ്. ബേക്കേഴ്സ് ഈസ്റ്റ്, അത് സക്കാരോമൈസസ് സെർവീസിയേ. ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയം ലാക്ടോബാസിലസ്. ദെൻ ഫംഗസ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സൈക്ലോസ്പോറിൻ എ, അത് ട്രൈക്കോഡർമ പോളിസ്പോറം. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയം. And then 14th question, in sewage treatment the plant microbes play a significant role. Distinguish between primary and secondary treatment in the sewage plant. അതായത് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും മെക്കാനിക്കലായിട്ടുള്ള റിമൂവലാണ്, വേസ്റ്റ് റിമൂവലാണ്. സീവേജ് വാട്ടറിൽ നിന്നുള്ള റിമൂവൽ ഓഫ് വേസ്റ്റ് ബൈ മെക്കാനിക്കൽ മീൻസ്. അടുത്തതാണെങ്കിൽ അങ്ങനെയല്ല, ബയോളജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് സെഡിമെൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷനാണ്. മെക്കാനിക്കൽ റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ഓർ സെഡിമെൻറ്റിംഗ് ഡെബ്രിസ്. ഇനി ആ ഫ്ലോട്ട് ചെയ്തതിനെ മാറ്റി സെഡിമെൻറ്റ് ചെയ്തതിനെ മാറ്റി കിട്ടുന്ന ആ ഫ്ലൂയിഡിനെ, അതിലെ ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി മൈക്രോബ്സിനെ ഉപയോഗിച്ചുള്ള പ്രോസസ്സാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ദെൻ 15th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. അപ്പോൾ ഓർഗാനിസം, സയൻറ്റിഫിക് നെയിം, ബയോറിയാക്റ്റീവ് പ്രോഡക്റ്റ്. അപ്പോൾ ഫംഗസ് ഗ്രൂപ്പിൽ പെട്ട സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പം സിട്രിക് ആസിഡ് ആസ്പെർജില്ലസ് നിജർ. ദെൻ അസറ്റോബാക്ടർ അസറ്റി ബാക്ടീരിയയാണ്, ഇറ്റ് പ്രൊഡ്യൂസസ് അസറ്റിക് ആസിഡ്. ദെൻ ബി ബാക്ടീരിയ. സി ട്രൈക്കോഡർമ പോളിസ്പോറത്തിൻ്റെ പ്രോഡക്റ്റാണ് സൈക്ലോസ്പോറിൻ എ. ദെൻ ഡി എന്ന് പറയുന്നത് ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം. ഈസ്റ്റിൻ്റെ അല്ല, ഏത് ഈസ്റ്റിൻ്റെ? സ്റ്റാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്റ്റ്, അത് മൊണാസ്കസ് പെർപ്യൂരിയസ്. ഇനി 16th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. അപ്പോൾ 15th ക്വസ്റ്റ്യനിൽ 15 ആണ് പറയുന്നത്. 15th എ എന്ന് പറയുന്നത് ആസ്പെർജില്ലസ് നിജർ, ബി ബാക്ടീരിയ, സി സൈക്ലോസ്പോറിൻ എ, ഡി മൊണാസ്കസ് പെർപ്യൂരിയസ്. ഇനി 16th ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ട്രൈക്കോഡർമ പോളിസ്പോറം, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, അസറ്റോബാക്ടർ അസറ്റി, ആസ്പെർജില്ലസ് നിജർ. ഇതിൽ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, അസറ്റോബാക്ടർ അസറ്റി, ആസ്പെർജില്ലസ് നിജർ ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആസിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ട്രൈക്കോഡർമ പോളിസ്പോറമാണ് ഇവിടെ ഓഡ് വൺ. കാരണം അതൊരു ബയോറിയാക്റ്റീവ് മോളിക്യൂളിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബയോറിയാക്റ്റീവ് മോളിക്യൂളിൻ്റെ പേര് സൈക്ലോസ്പോറിൻ എ. ദെൻ 17th ക്വസ്റ്റ്യൻ, നെയിം ദ ഈസ്റ്റ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ. എഥനോൾ ഉണ്ടാക്കുന്ന ഈസ്റ്റിൻ്റെ പേര് സക്കാരോമൈസസ് സെർവീസിയേ. ഇനി നെയിം ദ ഈസ്റ്റ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിൻ. 17th ക്വസ്റ്റ്യൻ ബി, സ്റ്റാറ്റിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് മൊണാസ്കസ് പെർപ്യൂരിയസ്. ദെൻ 18th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫില്ലിംഗ് എ, ബി, സി ആൻഡ് ഡി യൂസിങ് ദ ഹിൻസ് ഫ്രം ദ ബ്രാക്കറ്റ്. അപ്പോൾ എ മെഥനോജൻ. മെഥനോജൻ്റെ നേരെയാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. അത് എന്താണ് എഴുതേണ്ടത്? മെഥനോജൻ
ഗോബർ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസ്. ദെൻ ബ്രെഡ് മേക്കിങ്ങിന് സഹായിക്കുന്നത് സെക്കാരോമൈസസ് സെർവീസിയെ. ബയോ ഫെർട്ടിലൈസർ അനബീന. ട്രൈക്കോഡർമ ബയോളജിക്കൽ കൺട്രോൾ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 18th ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്നത് ഗോബർ ഗ്യാസ്, ബി സെക്കാരോമൈസസ് സെർവീസിയെ, സി അനബീന, ഡി ബയോളജിക്കൽ കൺട്രോൾ. Then 19th question, what are the advantages of biofertilizers over chemical fertilizers? Give an example for biofertilizers. അപ്പോൾ ബൈ യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ ക്വാളിറ്റി ഓഫ് സോയിൽ ഗോസ് ഓൺ ഡിക്രീസിങ്. സോയിലിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മുടെ ഫീൽഡിൽ നിന്ന് എവിടെയെങ്കിലും നിയർ ബൈ പോണ്ട് അതിലേക്കൊക്കെ ഒഴുകി ചെന്നിട്ട് എന്ത് സംഭവിക്കും? ആൽഗൽ ബ്ലൂമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇറ്റ് ഇൻക്രീസസ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നില്ല. ബയോ ഫെർട്ടിലൈസേഴ്സ് പൊല്യൂഷൻ ഉണ്ടാക്കില്ല, ആൽഗൽ ബ്ലൂമൊന്നും ഉണ്ടാക്കില്ല. ബൈ നാച്ചുറൽ മീൻസ് ആണ്. ഇൻക്രീസസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ബൈ നാച്ചുറൽ മീൻസ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് ലിവിങ് ഓർഗാനിസംസ്. ഗിവ് എക്സാമ്പിൾ ഫോർ ബയോ ഫെർട്ടിലൈസർ. നമ്മൾ അനബീന, റൈസോബിയം, അതൊക്കെ ബയോ ഫെർട്ടിലൈസറാണ്. ദെൻ 20th question, choose the correct answer from the bracket. Cyclosporin A is produced by, നമ്മൾ കുറേ പ്രാവശ്യം കണ്ടതാണ്, ട്രൈക്കോഡർമ. ദെൻ 21, select a biocontrol agent from the given microbe. ബയോകൺട്രോൾ ഏജൻറ്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കുലോ വൈറസ്, റൈനോ വൈറസ്, പിക്കോണ വൈറസ്, അഡിനോ വൈറസ്. ഇപ്പോൾ ഒരു ബയോകൺട്രോൾ ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കുലോ വൈറസാണ്. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ബാക്കുലോ വൈറസ്. അത് സെലക്റ്റീവായിട്ട് ചില പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ ബയോകൺട്രോൾ ഏജൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ BOD is commonly, 22nd question, BOD is commonly calculated as an index for water pollution. Do you agree with the statement? Why? Expand BOD. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് BOD എന്ന് പറയുന്നത്. BOD is considered as an index for water pollution because BOD എന്ന് പറഞ്ഞാൽ amount of oxygen needed for the degradation of a particular amount of organic waste in the sewage water. അപ്പോൾ BOD എത്രമാത്രം ഓക്സിജനെ ഉപയോഗിക്കുന്നു ഈ പറയുന്ന വെള്ളത്തിലെ വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ BOD നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഷർ ചെയ്താൽ, പീരിയോഡിക്കൽ മെഷർമെൻറ്റ് ഓഫ് BOD ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് ഓഫ് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർഗാനിക് കണ്ടൻസിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ എമൗണ്ട് കുറയും തോറും BODയും കുറയും. അപ്പോൾ ഓക്സിജൻ്റെ എമൗണ്ട് കുറയുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ BOD can be used as a index for water pollution. Then in our state, the waste management is a problem. Government promote and give subsidies to biogas plant. Comment on the functioning of biogas plant with the help of microbe. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിലൊരു ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു ഇൻലെറ്റിൽ കൂടി നമ്മൾ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബയോ വേസ്റ്റുകളെ ഇൻലെറ്റ് പൈപ്പിൽ കൂടി ആ കണ്ടെയ്നറിലേക്ക് ഇടും. എന്നിട്ട് ഡങ് വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡങ് വാട്ടർ കണ്ടെയ്ൻസ് മെഥനോബാക്ടീരിയം ഓർ മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. ദിസ് ബാക്ടീരിയ ആക്ട്സ് ഓൺ ദ വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് ഫോംസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. മീഥെയിൻ, H2S എന്നൊക്കെ പറയുന്ന മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉണ്ടാവും. ദിസ് ഇസ് കോൾഡ് ബയോഗ്യാസ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രിഡോമിനൻറ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആയിരിക്കും. അതിൽ മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, H2S, ഹൈഡ്രജനൊക്കെ ഉണ്ടാവും. എന്നാലും പ്രിഡോമിനൻറ്റ് മീഥെയിനാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇങ്ങനെയാണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ആ കണ്ടെയ്നറിൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ലിഡ് ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് അത് നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനുള്ള സോഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഗ്യാസ് അതിൽ കൂടെ ആ പൈപ്പിൽ കൂടി കിട്ടും. ദെൻ 24,
BOD of some water sample is given below. Which above sample is most polluted? BOD തന്നിരിക്കുകയാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തിൽ 200 mg/L, രണ്ടാമത്തേൽ 80 mg/L, സാമ്പിൾ 3ൽ 300 mg/L ആൻഡ് സാമ്പിൾ 4ൽ 25 mg/L. അപ്പോൾ BOD എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഓക്സിജൻ നീഡഡ് ഫോർ ഡീഗ്രേഡിങ് ദ ഓർഗാനിക് വേസ്റ്റ് ഇൻ 1 liter ഓഫ് വാട്ടർ. അതാണ് BOD എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ നീഡഡ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഡിമാൻഡ് എവിടെയാണ് കാണിക്കുന്നത് നോക്കുക, 300 mg. അതിൻ്റെ അർത്ഥം അവിടെ കൂടുതൽ ഓർഗാനിക് വേസ്റ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും. സോ സാമ്പിൾ C ഈസ് മോസ്റ്റ് പൊല്യൂട്ടഡ്. വാട്ട് ഈസ് മെൻ ബൈ ഫ്ലോക്ക് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റോൾ ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്? ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സീവേജ് ട്രീറ്റ്മെൻറ്റിന് 2 സ്റ്റെപ്പാണുള്ളത്. സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ സെപ്പറേഷനാണ്. അതായത് ഈ നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ താഴെ സെഡിമെൻറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതിനെയും റിമൂവ് ചെയ്യുക. പിന്നെ കിട്ടുന്നത് നമുക്കൊരു ഫ്ലൂയിഡ് പാർട്ടാണ്. അതിൽ ഡിസോൾവ് ആയിട്ടുള്ള വേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ദിസ് ഫ്ലൂയിഡ് is susceptible to secondary, this fluid will undergo the secondary treatment. ഈ ഫ്ലൂയിഡാണ് പിന്നീട് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ അവിടെ ഡിസോൾവ് വേസ്റ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മൈക്രോബിനെ ആഡ് ചെയ്യും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോബിന് പറയുന്ന പേരാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് എൻ ഇനോക്കുലം. അതായത് ആ വേസ്റ്റ് വാട്ടറിൽ ഈ മൈക്രോബിയൽ കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ മൈക്രോബ്സ് അവിടെ ഡെവലപ്പ് ചെയ്ത് ഒരു മെഷ് പോലത്തെ സ്ട്രക്ചറാവും. എന്നിട്ട് ഈ ഫ്ലോക്ക് എന്ത് ചെയ്യും, ആ വേസ്റ്റ് വാട്ടറിലെ വേസ്റ്റ് കുറച്ചുകൊണ്ടിരിക്കും, വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ നമ്മൾ ആഡ് ചെയ്യുന്ന ആ എമൗണ്ട് ഓഫ് മൈക്രോബ്, അതിനാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. Then 25th question, microbes can also used as a source of energy. Substantiate with example. അതിൻ്റെ എക്സാമ്പിൾ അതാണ് നമ്മൾ ബയോഗ്യാസ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ആണല്ലോ. അപ്പോൾ മൈക്രോബ്സ് ക്യാൻ ഓൾസോ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബയോഗ്യാസും കിട്ടും, അതുപോലെ അതിൻ്റെ സ്ലറി, അതിൻ്റെ വേസ്റ്റ് വാട്ടർ സ്ലറി ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനുവർ. അപ്പോൾ ആ ബയോഗ്യാസ് നേരത്തെ പറഞ്ഞത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം 25th ക്വസ്റ്റ്യനിൽ. ദെൻ 26th question, complete the illustration appropriately. ആ ഇല്ലസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. യൂസ് ഓഫ് മൈക്രോബ്സ്, പല സ്ഥലത്ത് മൈക്രോബ്സ് ഉപയോഗിക്കാം. ഏതൊക്കെ? ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ യൂസിൽ ഉപയോഗിക്കാം, ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് യൂസ് ഓഫ് ആസോസ്പൈറലം ആണ്. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? മൈക്രോബ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ദെൻ ബി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂസിലാണ്. ഇൻഡസ്ട്രിയൽ യൂസിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ആസ്പെർജില്ലസ് നിജർ, ഇൻഡസ്ട്രിയലായിട്ട്, അല്ലെങ്കിൽ സെക്കാരോമൈസസ് സെർവീസി, അതൊക്കെ എഥനോൾ ഉണ്ടാക്കാൻ അതൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അസെറ്റോബാക്ടർ അസെറ്റി, അതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ദെൻ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ്, അതിൻ്റെ എക്സാമ്പിൾ ട്രൈക്കോഡേർമ, ബാക്കുലോ വൈറസ്, അതൊക്കെയാണ് എക്സാമ്പിൾ വരിക. ദെൻ ഡി എന്ന് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഡവ് ഫോർ മേക്കിംഗ് ദോശ ആൻഡ് ഇഡ്ലി എന്നൊക്കെ പറയുന്നത്. Then 27th question, some bioactive molecules, their sources and their medical importance are given in the table below. Fill in the missing part. അപ്പോൾ ബയോറിയാക്റ്റീവ് മോളിക്യൂൾ, സ്ട്രെപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോറിയാക്റ്റീവ് മോളിക്യൂളാണ് സ്ട്രെപ്റ്റോകൈനേസ്. സൈക്ലോസ്പോറിനെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻസർ സ്ട്രെപ്റ്റോകൈനേസ്. ഇനി ബി എന്ന് പറയുന്നത് സൈക്ലോസ്പോറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ്, ദാറ്റ് ഇസ് ട്രൈക്കോഡേർമ പോളിസ്പോറം. അതിൻ്റെ ഫങ്ഷൻ ആക്ട്സ് ആസ് എൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. ദെൻ ഡി എന്ന് പറയുന്നത് മൊണാസ്കസ് പെർപ്യൂറിയസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, അത് സ്റ്റാറ്റിൻ. ഇറ്റ് ആക്ട്സ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. അപ്പോൾ എ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകൈനേസ്, ബി എന്ന് പറയുന്നത് ട്രൈക്കോഡേർമ പോളിസ്പോറം, സി എന്ന് പറയുന്നത് ആക്ട്സ് ആസ് എ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്, ആൻഡ് ഡി എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ. 28th question, മാച്ച് ദ ഫോളോയിങ്. മെഥനോജൻസ്, അതിനോട് മാച്ച് ചെയ്യുന്നത് അനേറോബിക് മൈക്രോബ്സ്. ദെൻ ഫ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എയറോബിക് മൈക്രോബ്. ദെൻ സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആസ്പെർജില്ലസ്.
ബേക്കേഴ്സ് ഈസ്റ്റ്, സെക്കാരോമൈസസ്. അപ്പോൾ മെഥനോജൻ അനറോബിക് മൈക്രോബാണ്. ഫ്ലോക്ക് എന്ന് പറയുന്നത് എറോബിക് മൈക്രോബാണ്. സിട്രിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആസ്പെർജില്ലസ്. ബേക്കേഴ്സ് ഈസ്റ്റ് is the another name for Saccharomyces. 29th question. Rearrange the following column A, B, C with respect to A. B and C rearrange ചെയ്യാണ് പറഞ്ഞത്. അപ്പം മൊളാസ്കസ് പെർപ്യൂരിയസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ തന്നിട്ടുണ്ട്. എ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ബിയും സിയും മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ബിയിൽ പ്രോഡക്റ്റും സിയിൽ അതിൻ്റെ ഫങ്ഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ മൈക്രോബ്, ബിയിൽ ആ മൈക്രോബ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ആൻഡ് സി ദ ഫങ്ഷൻ ഓഫ് ദ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. മൊണാസ്കസ് പെർപ്യൂരിയസ് അതിൻ്റെ കറക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിനാണ്, കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്, അങ്ങനെയാണ് വരേണ്ടത്. സ്ട്രെപ്റ്റോകോക്കസ്, സ്ട്രെപ്റ്റോകൈനേസ്, ക്ലോഡ് ബസ്റ്റർ. പെൻസിലിയം നൊട്ടേറ്റം, പെൻസിലിൻ ആൻറ്റിബയോട്ടിക്. ട്രൈക്കോഡർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ എ, ഇമ്മ്യൂണോസപ്രസൻറ്റ്. അങ്ങനെയാണ് ആൻസർ. ദിസ് ഇസ് ഓൾ അബൌട്ട് മൈക്രോബ്സ്.